അങ്ങനെ നമ്മൾ ഈ യാത്രയുടെ തുടക്കം മുതൽ കാത്തിരുന്ന ശ്രീനഗർ ദാൽ ലേക്കിലെ ഹൗസ് ബോട്ട് സ്റ്റേയുടെ ദിവസത്തിലേക്ക് അങ്ങനെ നമ്മൾ വന്നു ചേർന്നു. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഡേ. എന്ത് ഭംഗിയുള്ള ആകാശമാണ് നോക്കൂ. എവറിതിങ് ഈസ് ബ്ലൂ ആൻഡ് ഗ്രീൻ. നല്ല പച്ചക്കാട്, പച്ച വെള്ളം പോലും. ഡീപ്പ് വാട്ടേഴ്സ്. ദാൽ ലേക്ക് അത്യാവശ്യം നല്ല താഴ്ചയുള്ള തടാകമാണ്. പിന്നെ ഇങ്ങനെ ഇത്തിരി അടി ഒലിഞ്ഞിട്ടാണ് പോണത്. നല്ല ഒരു ട്രാഫിക്കും ഉണ്ട്. ഷിക്കാരുകൾ ഇങ്ങനെ തലങ്ങും വിലങ്ങും പോകുന്നുണ്ട്. അങ്ങനെ കുറച്ചുകൂടി നീങ്ങിയപ്പോഴേക്കും കച്ചവടക്കാർ വന്ന് പൊതിഞ്ഞു. പലതരം കച്ചവടക്കാരുണ്ട്. കാശ്മീരി കാവ് വെക്കണവരുണ്ട്, കാവ. പിന്നെ ഫോട്ടോഗ്രാഫി ടീംസ് ഉണ്ട്. അപ്പം എന്തായാലും നമുക്കൊരു കാവ കുടിക്കാം. കാലും കെട്ട് വെച്ചിട്ട് ലോക്ക് ചെയ്തേക്കാണ്. ആ ബോട്ടും ഈ ബോട്ടും ലോക്ക് ചെയ്തു. കാവ ഉണ്ടാക്കി തരാണ്. കാവ വളരെ സിമ്പിളായിട്ടാണ് തോന്നുന്നത്. കുറച്ച് പൊടികൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എടുത്തിട്ട് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കി തരുന്ന ഒരു സംഭവമാണ്. ഫോട്ടോഗ്രാഫർ നല്ല പടങ്ങളൊക്കെ കാണിച്ച് നമ്മൾ പ്രലോഭിപ്പിക്കുന്നുണ്ട്. ദാൽ നദിയിൽ കശ്മീരി വസ്ത്രം ഇട്ടിട്ട് കുടത്തിൽ വെള്ളം ഒഴിക്കുന്നു, തോണി തുഴയുന്നു, ഷിക്കാര തുഴയുന്നു, അങ്ങനെയുള്ള പടങ്ങൾ. നമ്മൾ വീണില്ല പുള്ളി പടം മടക്കി പോവാണ്. ഞാൻ വല്ല 10-20 രൂപ വിചാരിച്ചത്. 200 രൂപ. പിന്നെ ഓരോരോ ആചാരങ്ങളാവുമ്പോ അതെ. ഇനിയുണ്ട് എന്തൊക്കെയാ ഒഴിച്ചാണ് അതില്? എന്താ പൂക്കളൊക്കെ റോസപ്പൂവുണ്ട്. ഹെൽത്തിയാണ്. കാശ്മീരികളുടെ സൗന്ദര്യ രഹസ്യാണ്. എന്താ നമ്മുടെ ഡ്രൈവർ കണ്ടാ നല്ല ആപ്പിൾ കൗളുകളായിട്ടിരിക്കുന്നത്. Texas experience paradise on water. നമ്മൾ ഒന്നിറങ്ങി നല്ല ഗംഭീരൻ ഒരു റോസാപ്പൂന്തോട്ടാണ് നമ്മൾ ഇവിടെ. ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്റ്റേ. അതിലേക്ക് ഇതിന്റെ ഈ ബോട്ടിന്റെ ഇടയിൽ അവർ കുറച്ച് മണ്ണൊക്കെ ഇട്ട് നികത്തി എടുത്തുണ്ടാക്കിയ ഒരു ഐലൻഡാന്ന് പറഞ്ഞു. അത് നടക്കാൻ പറ്റും. ടെക്സസ് ഹൗസ് ബോട്ട്. പുറത്തുനിന്ന് നോക്കി ഹൗസ് ബോട്ടിനൊന്നും വലിയ ലുക്ക് ഉണ്ടാവില്ല. പക്ഷേ അകത്ത് കിടന്നിട്ട് പുറത്തേക്ക് നോക്കുമ്പോൾ ദാലിലേക്ക് കാണാം. എന്ന് മാത്രമല്ല അകത്തൊരു രാജകീയമായ ലുക്കാണ് ഇതിനൊക്കെ. വലിയ വിശാലമായ ഡൈനിങ് ഏരിയ വിത്ത് ക്രോക്കറി ഷെൽഫ്, ഫ്രിഡ്ജ്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. അതും കഴിഞ്ഞപ്പോൾ നമ്മുടെ റൂം സെക്ഷൻ. വിശാലമല്ലാത്തൊരു ഇടനാഴിയിലൂടെ നമ്മൾ നടക്കുന്നു. നോക്കുമ്പോൾ നമ്മുടെ ഒരു ഐലൻഡ് കിച്ചൺ, അത് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ അവരവിടുന്ന് സെർവ് ചെയ്യും ഭക്ഷണം. പിന്നെ നോക്കുമ്പോൾ റൂം നമ്പർ 1 നമ്മുടേതല്ല. അവിടേക്കൊരു ഫാമിലി വരുന്നു പറഞ്ഞു. റൂം നമ്പർ 2 ആണ് നമ്മുടെ. 3 ബെഡഡ് റൂമാണ് വിത്ത് എക്സ്ട്രാ ബെഡ്. എക്സ്ട്രാ ബെഡ് വൈകുന്നേരം ആകുമ്പോൾ എക്സ്ട്രാ കട്ടിലുകളെ കൊണ്ട് സെറ്റ് ചെയ്യും. അപ്പോൾ നല്ല ബാത്റൂമൊക്കെ ഉണ്ട്. ഫുൾ സൗകര്യങ്ങളുണ്ട്. ബാത്ത് ടബ് അടക്കമുള്ള. ഇവിടെ ആകെ പറഞ്ഞേക്കണ കാര്യം നിലത്ത് വെള്ളം ഒഴിക്കരുത്. നിലത്ത് തുള്ളി വെള്ളം പോകരുത്. അറ്റൻഷൻ. ഫ്ലവർ. ഓ, ഇപ്പൊ മിസ് യൂസ് ചെയ്യാൻ യൂറിനൽസ് ഉണ്ട്. ഇതിനുള്ള യൂസ് ചെയ്യാൻ പാടുള്ളൂ. നമ്മുടെ മുറി ഇതാണ്. റൂം നമ്പർ 3. ഫ്രീ അപ്ഗ്രേഡ് കിട്ടി നമുക്ക്. അതെ, അത്യാവശ്യം വലിയ റൂമാണ്. അതെ, ബാത്റൂമും അത്യാവശ്യം പ്രീമിയം ആണ്. പുതിയ ക്ലോസറ്റ് ആണ്. അതെ അതെ അതെ, പുതിയ ക്ലോസറ്റ് ആണെന്നുള്ളതാണ് നമ്മുടെ തന്നെയുള്ള അട്രാക്ഷൻ. കാര്യം അതിൽ 3 കട്ടിലുണ്ടായിരുന്നു. ഒരാൾക്ക് താഴെ കിടക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇത് 2 പേർക്ക് 2 കിടക്ക താഴെ ഇട്ട് തരും. അപ്പോൾ ബാത്റൂമിൻ്റെ ഫ്രഷ്നെസ് കണ്ടപ്പോൾ നമ്മൾ ഇത് മതിയെന്ന് പറഞ്ഞു. അപ്പോൾ എനിവേ ഇറ്റ്സ് ഗുഡ്. കുറച്ചും കൂടി നല്ല
ബെഡ് ലിനനൊക്കെ ഉണ്ട്. ലേക്ക് വ്യൂ ഒക്കെ കണ്ട് ഇങ്ങനെ കുറച്ചു നേരം നടക്കാന്ന് വെച്ചു. എന്തായാലും ഒരു ഗംഭീരം പ്രൈവറ്റ് ഗാർഡൻ ആണ്. ഒരു ഹൗസ് ബോട്ട് ബുക്ക് ചെയ്തപ്പോൾ കിട്ടിയ ഒരു ഗാർഡൻ എനിക്ക് തോന്നുന്നു ഒരു ബോണസാന്ന് തോന്നുന്നു. എല്ലാ ഹൗസ് ബോട്ട്സിനും ഇങ്ങനെ ഉണ്ടാവില്ല. അപ്പോൾ ഇതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ലൊരു സ്പേസ് ആണ്. നല്ലൊരു ഇൻറ്റിമേറ്റ് വെഡിങ് ഒക്കെ നടത്താൻ പറ്റിയ സ്ഥലമാണ് എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ തോന്നി. ഇവിടെയൊക്കെ നല്ല വെഡിങ്സ് നടത്തുന്നവരൊക്കെ ഉണ്ട്, ഹൗസ് ബോട്ട്സ് ഒക്കെ എടുത്തിട്ട്. നല്ലൊരു ആംബിയൻസ് ആണ്. ആ റോസപ്പൂവൊക്കെ എന്ത് ഭംഗിയാണ് നോക്ക്, എന്ത് ചുമന്ന് തുടുത്ത് നല്ല ബിഗ് വൺസ്. കാശ്മീർ കി കലിയാം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, കാശ്മീർ കി കലിയാം, കാശ്മീർ കി കുടിയാം ഒക്കെ ബ്യൂട്ടിഫുൾ ആണ്. നല്ല സുന്ദരികളും സുന്ദരന്മാരും തുടുത്ത ആപ്പിൾപ്പഴങ്ങളും തുടുത്ത റോസാ പുഷ്പങ്ങളും എന്നൊക്കെ നമ്മൾ പണ്ടേ പഠിച്ചിട്ടുണ്ട്. പിന്നെ ടുലിപ്പ് ഗാർഡനിലേക്ക് പോകണം കേട്ടോ നാളെ. പിന്നെ ഷാലിമാർ ഗാർഡൻ, ഒരുപാട് ഗാർഡൻസിന് വളരെ പ്രശസ്തമാണ്. ദ ഹോൾ കാശ്മീർ ഇസ് എ ബിഗ് ഗാർഡൻ ആക്ച്വലി. കാശ്മീർ ഇങ്ങനെ നമ്മൾ വരുന്ന വഴി മുഴുവൻ എന്തുമാത്രം ഈ ഗ്രാസ് ലാൻഡ്സ്, പാസ്റ്റേഴ്സ്, എമ്മിരിയാടുകളും ഒക്കെ ഇങ്ങനെ മേയുന്ന ഭയങ്കര രസമായിട്ടുള്ള മിനി സ്വിറ്റ്സർലൻഡ് എന്ന് പണ്ട് ഇന്ത്യയുടെ സ്വിറ്റ്സർലൻഡ് ആണ് ഒരു കാലത്ത് നമ്മൾ കൊച്ചിലേ അങ്ങനെ പഠിച്ചിട്ടുള്ളതാണ്. ഇപ്പോഴും ഇടയ്ക്ക് കാശ്മീരിന് കുറേ പ്രശ്നങ്ങളൊക്കെ വന്ന് ഭീകരവാദം, അരക്ഷിതാവസ്ഥയൊക്കെ വന്ന് മാറിയെങ്കിലും ഇപ്പോൾ റീവാമ്പ് ചെയ്ത് വരികയാണ് ടൂറിസം. അപ്പോൾ മലയാളി ഇപ്പോൾ ഒരുപാട് ഇൻ്റർനാഷണൽ ഡെസ്റ്റിനേഷൻസൊക്കെ തേടി പോകുന്നുണ്ട്. ഇപ്പോൾ സ്വിറ്റ്സർലൻഡ് നമുക്ക് അത്ര അകലെയൊന്നുമല്ല, നമ്മൾ ധാരാളമായി പോകുന്നുണ്ട് യൂറോപ്പിലുമൊക്കെ. എങ്കിലും കാശ്മീരിൻ്റെ ഒരു സൗന്ദര്യമാണ്. മലയൊക്കെ നോക്കിയാ ചുമ്മാ കിടക്കാം അവിടെ. ഇപ്പൊ ഈ ദാലിലേക്ക് വേറെ മഞ്ഞുമലകള് അത് കുറേ കൂടി ദൂരെ അതായിരിക്കോ? അതല്ല, ലഡാക്ക് നമ്മുടെ ബാക്കില. നമുക്ക് കാണാനും കൂടി പറ്റാത്ത അത്ര ദൂരത്തായിരിക്കും. നമ്മളിതാ അവിടെ നിന്നാണ് വന്നത്, ബുൾവാർഡ് റോഡ്. ആ റോഡ് ഇങ്ങനെ ദാലിലേക്കിനെ ചുറ്റി അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ അതിൽ പാർക്കിംഗ് ഉണ്ട്. പാർക്കിംഗ് എന്ന് വെച്ചാൽ റോഡിലല്ല, റോഡിൻ്റെ സൈഡിൽ ബുൾവാർഡ് പാർക്കിംഗ് എന്ന് പറഞ്ഞ് ഗവൺമെൻറ്റിൻ്റെ പാർക്കിംഗ് ഉണ്ട്. ഹൗസ് ബോട്ടുകൾ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ധാരാളം ആയിരക്കണക്കിന് ഹൗസ് ബോട്ടുകളുണ്ട് ഇവിടെ. പക്ഷേ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് കുറച്ച് നല്ലതാണ്, നല്ല വ്യൂവും കുറച്ച് വാസ്റ്റ്നെസ് ഉണ്ട്. അവിടെ കിട്ടുന്ന ഹൗസ് ബോട്ട്സ് റോഡിനോട് ചേർന്നിട്ട് ചെറിയ കൈവഴി പോലെ, ദാലിലേക്ക് ചെറിയ കൈവഴികൾ പോലെ ഇങ്ങനെ എടുക്കുന്ന സ്ഥലത്ത് ഹൗസ് ബോട്ട്സ് ഉണ്ട്. അവിടെ നമുക്കൊരു സിംഗിൾ ഹൗസ് ബോട്ട്, സിംഗിൾ ഇൻ ദ സെൻസ് ഹോൾ ഹൗസ് ബോട്ട് നമുക്കൊരു ഫാമിലിക്ക് മാത്രമൊക്കെ കിട്ടും, 5000 രൂപയ്ക്ക് ഒക്കെ കിട്ടും. പക്ഷേ ഇവിടേക്ക് വരുമ്പോൾ കുറച്ച് പ്രൈസിയറാണ്. അതിൻ്റെ ഇരട്ടിയിലധികം പൈസ ഈ ഭാഗത്ത് വരുന്നുണ്ട്. എന്തോ ഒരു പഞ്ഞി പോലെ പറക്കണുണ്ട്, അല്ല പോളനാണെന്നറിയില്ല. മഞ്ഞ് തെളിഞ്ഞ് വരുന്നുണ്ട്, നല്ല രസമുണ്ട്. ഉണ്ടോ? കുറച്ചും കൂടി ഇങ്ങനെ ക്ലിയർ ആയ പോലെയില്ലേ ആ ലൈറ്റ് അങ്ങനെ വരുമ്പോൾ. നാളെ സൺറൈസ് നമുക്ക് ഇവിടെ ഇരുന്ന് കാണാം. ഈ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് സൺറൈസ് വരാം. പിന്നെ ഒരു 1 hour ഷിക്കാര റൈഡ് ഇതിൻ്റെ കൂടെ ഫ്രീ ഉണ്ട്. അപ്പോൾ അത് ഇപ്പോൾ വേണമെന്ന് അവർ ചോദിച്ചു, കാലത്ത് വേണമെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ ആദ്യം ഇപ്പോൾ പോയി വരാമെന്ന് വിചാരിച്ചേ. പിന്നെ കരുതി ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ഒരു മൂഡ് കണ്ടപ്പോൾ ഇങ്ങനെ ഇവിടെ ഇരിക്കാം, കുറച്ച് ചീട്ടൊക്കെ കളിച്ചിരിക്കാം, അതൊക്കെ നോക്കി അങ്ങനെ ശാന്തമായിട്ടിരിക്കാം. നമ്മൾ കത്തുവയിൽ 8 മണിക്കൂർ ഓടി, അത്യാവശ്യം മോശം വഴികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ചെറിയൊരു പണി കിട്ടി. ഡയമോക്സ് ലേയിലേക്ക് പോണതിന് 2 ദിവസം മുമ്പ് അത് കഴിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. മാത്രമല്ല ഇവരുടെ അഡ്വൈസറിയിലുണ്ട്, ലഡാക്കിൻ്റെ അഡ്വൈസറിയിലുണ്ട് ബ്രീതിങ് പ്രശ്നമില്ലാണ്ടിരിക്കും ഓക്സിജൻ ലെവലിന് വേണ്ടിയിട്ട് ഒരു 3 days അത് കഴിക്കണമെന്ന്. പിന്നെ തുടങ്ങാമെന്ന് വെച്ച് ആദ്യത്തെ അത് കഴിച്ചു. ഒരു 1 hourൽ എനിക്ക് ഭയങ്കര തലവേദനയും വോമിറ്റിങ്ങും ഒക്കെ ആയിട്ട് കാശ്മീരിൽ വന്നിറങ്ങിയത് തന്നെ അത്ര നല്ലൊരു അവസ്ഥയിലല്ല, നല്ല ടയർഡായി. കുറേ തവണ വണ്ടി നിർത്തി വോമിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഓക്കെ ആയി. എന്നാലും ഇങ്ങനെ ഇരിക്കാനാണ് തോന്നുന്നത്. ഈവനിങ്സ് അത് കോസിയസ് എന്ന് എനിക്ക് തോന്നുന്നത് ഇവിടെ. കാരണം മോർണിംഗിൽ ഒരുപാട് ഷിക്കാര ഷോപ്സ് ഉണ്ട് വരും. അത്രേ സബർബൻ റേഞ്ച് ഓഫ് മലനിരകളാണ് നമ്മുടെ ഈ ദാൽ തടാകത്തിന് ചുറ്റും ഇങ്ങനെ നിൽക്കുന്നത്. നല്ല റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു ഈവനിങ് ആയിരുന്നു. സമയം 8:30, ഫുഡ് സെർവ് ചെയ്തെന്നാണ് പറഞ്ഞത്. നോക്കട്ടെ. ഇരിപ്പായില്ലേ? അതെ. ഡിന്നർ ഇൻക്ലൂസീവ് ആണ്, ഡിന്നർ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂസീവ് ആണ് ഈ പാക്കേജ്. എന്തൊക്കെയുണ്ട്? സബ്ജി, ചിക്കൻ, ഓക്കെ. ഞാൻ പെട്ടെന്ന് നല്ല ചോറ്, മുല്ലപ്പൂ പോലെയാണോ അതോ തുമ്പപ്പൂ പോലെയാണോ? തുമ്പപ്പൂ, തുമ്പപ്പൂ പീസിലിടാലാണോ അതോ അല്ല സിമ്പിൾ ദാൽ? കുഞ്ഞിടാലാണോ?
പരിപ്പ് കുത്തിക്കച്ചിയത്. അപ്പോൾ നല്ല തണുപ്പ്, നല്ല ചൂടുള്ള ഫുഡ്. ഇവിടെ തന്നെ ഇതിൻ്റെ പിന്നിലെ ഒരു കോമൺ കിച്ചൺ എല്ലാ ഹൗസ് ബോട്ട്സിനും കൂടിയിട്ട്, എല്ലാതും അല്ല, കുറച്ച് ഒരു ടീം. അതെ 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 അതെ, എല്ലാം ഒരു സഹകരണ അടിസ്ഥാനത്തിലാണല്ലോ കാര്യങ്ങൾ. അപ്പോൾ പിക്കിളുണ്ട്, സാലഡ് ഉണ്ട്. അപ്പോൾ നമുക്ക് കഴിക്കാം. ഹൗസ് ബോട്ടിലേക്ക് വന്നും കച്ചവടം നടത്താനുണ്ട്. നമ്മൾ ഓണർ ചെയ്യുന്നതാണെന്നാണ് അവർ പറഞ്ഞത്. ये सब फिक्स प्राइस है? नहीं, थोड़ा डिस्काउंट देगा, आप चूज करो कौन सा वाला। कितना डिस्काउंट देगी? किसका? इसका वॉच है ना, चूज करो ना, अच्छा फैंसी डिस्काउंट। काइंड ऑफ। ये सब कितना का है ये वॉच? ये 800। ओ, वो भी महंगा है ना? नहीं चलता है ना, ये चलता है अगर क्या टाइम आप। രാത്രിയിലത്തെ തണുത്ത കാറ്റിങ്ങനെ വീശിയടിക്കുമ്പോൾ ശരിക്കും കോച്ചി പിടിക്കുകയാണ്. നമ്മളിപ്പോൾ സിം എടുക്കാനായിട്ട് മെയിൻലാൻഡിലേക്ക് പോവാണ്. യാദൃശ്ചികമായിട്ട് പരിചയപ്പെട്ട ഒരു കശ്മീരി ഹൗസ് ബോട്ട് ഓണർ നമ്മളെ സഹായിക്കാൻ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആയിരത്തോളം ഹൗസ് ബോട്ടുകൾ ദാൽ ലേക്കിലുണ്ടെന്നാണ് കണക്ക്. ഇതിങ്ങനെ എല്ലാ ലൈറ്റ് പോയി നിൽക്കുമ്പോൾ ദാൽ തടാകം ശരിക്കും രാത്രി ഉറങ്ങാത്ത ഒരു തടാകമാണ്. അപ്പോൾ നമ്മുടെ പുതിയ കശ്മീരി ഫ്രണ്ട് സെയിൻ ഉമർ നമ്മുടെ വണ്ടി കയറി. നമ്മളിപ്പോൾ ഈ സമയത്തോടെ വന്നത് നന്നായി, കാരണം ഈ പാർക്കിംഗ് അല്ല ശരിക്കും ഹൗസ് ബോട്ടിനുള്ള പാർക്കിംഗ്. ഇവിടെ ഇട്ട് പോയെങ്കിൽ നമുക്ക് നാളെ വരുമ്പോൾ ഒരു 3000 രൂപയൊക്കെ ആയേനെ. ആ വേളി ഉള്ള സംഭവമാണ്. ഇതിൻ്റെ അപ്പുറത്താണ് ഹൗസ് ബോട്ടിന് വേണ്ടിയുള്ള 1 നൈറ്റ് പാർക്കിംഗ് ഒക്കെ. അപ്പോൾ രക്ഷപ്പെട്ടു. So how many boats do you own? Yeah. 2. Okay. Nanga Parbat and New Colombo. New Colombo. Colombo. Yeah. We have leased a property in Pahalgam. That's Pahalgam Breeze. I'm planning to buy a land here in Srinagar so that I can make my own hotel there. So these are the the average priced ones, right? No. These ones. Some are heavy, some are But then average. I got some very good prices here. Yeah, 3,000 to Kind of 4,000. 3-5 range on booking.com. Inclusive everything, they said it's a single boat. Yeah, you can Just see for- the size of the boat, nothing else, and terrace. So it it will can be float into the water. Like our Kutanad and houseboats. No, No, not our- like that. It's same like houseboat, Will it float? nothing different, but small in size. Yeah. There are other houseboats back canal. That's There are very 2 narrow, canals. right? One is back canal and another one is front canal. This is the small lake, and that side you will find that's called Golden Lake, and where you stay it's open lake. Some houseboats, 1 or 2 houseboats, they said they are very pricey, kind of 12,000, 13,000 they said, just for one room, and their position is here. So I asked, this is very close to, see, ours is a very good place because it's closer to the road. They said, I said, how come it's good place that's closer to the road? So they said, but then some people prefer it that way. They said. Like ബുലുവാർഡ് റോഡിൽ നൈറ്റ് ഡ്രൈവും നല്ല രസമാണ്. ഇങ്ങനെ പള്ളി പെരുന്നാളിന് തേരൊക്കെ നിർത്തിയിട്ടാണ് പോലെ മൾട്ടി കളർ ലൈറ്റ്സ് ഒക്കെ ആയിട്ട് രസമാണ്. na gastar sapor. Ne kaise ki sim card kadun to bana kim wapas. Bakade sim card agar se behekte aiti karta ne enjoy aiti time kar spend. He needs to get things done early, so he is waiting, right? And you're saying that we'll just get a sim and we'll come back because of vlog we are not able to do it. He's asking me where are they? Yeah, when are you coming back? Please come back fast. ഉമറിന്റെ കാശ്മീരിയിലെ ഫോൺ സംഭാഷണം കേട്ടപ്പോൾ എനിക്ക് തോന്നിയത്, എനിക്ക് മനസ്സിലായത് ഞാനൊന്ന് പറഞ്ഞു നോക്കായിരുന്നു. സോ ഇറ്റ്സ് ഓൾമോസ്റ്റ് റൈറ്റ്. നമുക്കിങ്ങനെ കുറച്ച് ലാംഗ്വേജ് കോണ്ടെക്സ്റ്റ് കൂടി വെച്ചിട്ട് ഇങ്ങനെ ഡെസിഫർ ചെയ്യാൻ പറ്റുമല്ലോ. ഇറ്റ്സ് നൈസ്. ഹൗസ് ബോട്ടുകളുടെ ഒറിജിൻ എങ്ങനെയാണ്, അതിൻ്റെ ചരിത്രം എങ്ങനെയാണെന്നൊക്കെ ഉമർ പറയായിരുന്നു. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഇതുവരെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത് ബ്രിട്ടീഷേഴ്സിന് ഇവിടെ സ്ഥലം വാങ്ങാനായിട്ട് ലീഗലി പറ്റില്ലായിരുന്നു. അപ്പോൾ അവർ കണ്ടുപിടിച്ച വഴിയാണ് ഈ ബോട്ടുകൾ താമസിക്കുന്നത് അത്രേ. It was small like this.
So he book it and decorate something around it. So he booked it like 5 to 6 days. He started water trekking to the Bandipora north area of Kashmir through water. So later on, a Britisher came here. So as you know, there was a law called Article 370. Yeah. So the Britisher start construction on the land. So the troops of the king came and stopped him to do that. So he moved to houseboats. So he collect the artisans and start making the Dunga boats. So he can stay in that Dunga. Slowly, the people of Kashmir start making their own houseboats. So the people start coming from Norway, Britishers. Most of the people are from British. So they buy it for 3 months, lease it for 9 months. Only 2 people and a single person can book those houseboats. So nowadays it became a big business. Yeah. We have But to- still it is involved after so many years. First we will go there. Slowly, yeah? Straight or right? No, straight. Bhaiya, So slow. Sim içine divan yetas kayta sim. Kutaş pako? Kayam çokas brumata? Dachin kin koy. Sim anan sim. Sim. Sim içine hoy. Dachin kince? Hayır. Tikkas. Oh. Like kebab, chicken, Then mutton, right? You're vegetarian, right? no way. This place is called Khayyam Chowk. Yeah. So it's famous for the tikkas only. Yeah. The chutney here is famous. ഇതാണോ മുഖം നമ്മൾ കാശ്മീർ സിം കാർഡ് എടുക്കുകയാണ്, അല്ലാണ്ട് നടക്കില്ല. അപ്പോൾ 2 എടുക്കാം, 4 ആളുണ്ടല്ലോ, പിന്നെ 7 ദിവസം ലേലും ഉണ്ടല്ലോ ലഡാക്കിൽ. അപ്പോൾ ഇവിടുത്തെ സിം കാർഡ് ഇന്ത്യ മുഴുവൻ വർക്ക് ചെയ്യും, ലഡാക്കിലും വർക്ക് ചെയ്യും. Link. I have to blink. Yeah, you have to link. See them just fly over top. This is your card. അപ്പോൾ ആ ഇഷ്യൂ സോൾവ് ചെയ്തു, 2 സിം എടുത്തു. ഇനിയിപ്പോൾ 10 ദിവസത്തേക്ക് ലഡാക്കിൽ നിന്ന് ഇറങ്ങണ വരെ നമ്മുടെ കണക്ടിവിറ്റി ഓക്കെ ആയി. ഹൗസ് ബോട്ട് ബുക്ക് ചെയ്യാൻ വേണ്ടി വിളിച്ചപ്പോഴാണ് സെയിനും പറഞ്ഞ് പരിചയപ്പെട്ടത്. പുള്ളിയുടെ ഹൗസ് ബോട്ട് ബുക്ക്ഡ് ആയിരുന്നു ഓൾറെഡി. അപ്പോൾ പുള്ളി വേറൊരെണ്ണം അറേഞ്ച് ചെയ്തു. ദെൻ ഹി ബിക്കെയിം എ വെരി ഗുഡ് ഫ്രണ്ട്. കേരളത്തിലുള്ള റോഡ് ട്രിപ്പേഴ്സ് കണ്ടപ്പോൾ ആൾ പറഞ്ഞു, ഞാൻ എൻ്റെ ബോട്ടിൽ താമസിച്ചില്ലെങ്കിലും നിങ്ങൾ വരുമ്പോൾ ഞാൻ വന്ന് കാണുമെന്ന്. സോ ഹി കെപ്റ്റ് ഹിസ് വേർഡ്. ഈസ് എ ഗ്രേറ്റ് ജെന്റിൽമാൻ, ഐ ഷുഡ് സേ. ഇത്രയും ലേറ്റായിട്ട് ഞങ്ങളുടെ കൂടെ വന്ന് എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് തന്നു. So bye, good night. Good night. Tomorrow you can come to our house. Yeah, sure. I'll make a call. Good night. Thank you. അങ്ങനെ തിരിച്ചെത്തി കുറച്ചു നേരം കൂടി ഇങ്ങനെ നല്ല കാഴ്ചകൾ കണ്ടങ്ങനെ നിന്നു. നല്ല സുഖമുള്ള തണുപ്പും നല്ല വ്യൂവും നല്ല ലൈറ്റിംഗ് ഒക്കെ ആയിട്ട് ഇങ്ങനെ ശാന്തമായി നിൽക്കുന്ന തടാകം, ഒഴുകുന്ന കുഞ്ഞു കൊട്ടാരങ്ങളും. അപ്പോൾ നമ്മുടെ 12ാം ദിവസം നല്ലൊരു ഗംഭീരം ദിവസമായിരുന്നു. നമ്മുടെ തണുപ്പിൻ്റെ ദിവസങ്ങൾ തുടങ്ങി. ഇനി നാളെ നമ്മൾ ശ്രീനഗർ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുന്നു. നമുക്ക് നല്ലൊരു കാശ്മീരി ഫ്രണ്ടിനെയും കിട്ടി, അതും ഈ ദിവസത്തിൻ്റെ പ്രത്യേകതയാണ്. സിം കിട്ടി. സോ വിൽ ബി കണക്റ്റഡ് ഇൻ ലഡാക്ക് ഓൾസോ. അപ്പോൾ സ്റ്റേ വിത്ത് us. താങ്ക് യു. ഗുഡ് നൈറ്റ് ഫ്രം FTT ഫാമിലി ട്രാവൽ ട്രെയിൽസ്.